രാഷ്ട്രീയ പാർട്ടികൾ അതായത് സമുദായ സംഘടനകൾ രാഷ്ട്രീയ പാർട്ടികളുടെ കാര്യത്തിൽ ഇടപെടാൻ വരരുത് എന്ന് അദ്ദേഹം ആവർത്തിച്ച് ചൂണ്ടിക്കാട്ടി. അങ്ങനെയാണെങ്കിൽ അവരും രാഷ്ട്രീയ കാര്യത്തിന് വേണ്ടി സമുദായ നേതൃത്വത്തെ കാണാൻ വരരുത്. വന്ന് കണ്ടു കിടക്കരുതെന്ന് നിരങ്ങരുതെന്നൊക്കെയാ പിന്നിപ്പോൾ പറയുന്നത്. എന്തിനാ കാണാൻ വരുന്നു? സമുദായ സംഘടന കാണാൻ പറ്റുന്നത് BD സതീശൻ എവിടാ പോയി? ഈ അടുത്ത ദിവസം പോയത് സെനറ്റിന് പോയില്ല. അതുപോലെ എവിടെയെല്ലാം പോകുന്നു. അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യം, അവർ പൊക്കോട്ടെ, അതിന് കുഴപ്പമില്ല. പക്ഷെ ഇത് പറയുകയും പ്രവൃത്തി വേറൊന്നും അത് ഞങ്ങൾക്കില്ല. അല്ല, അതില്ലെന്നല്ലേ ഇപ്പൊ തെളിയിക്കുന്നത് ഇത് അല്ലേ? അവർ ശ്രമിക്കുന്നത് എന്തെന്നാ അവർ ശ്രമിക്കുന്നത് എന്തെന്നാ? അവിടെ ന്യൂനപക്ഷത്തിന് കയ്യിലെടുക്കാനല്ലേ ശ്രമിക്കുന്നത് അല്ലേ? അത് പ്രവൃത്തിയല്ലേ? അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സാമുദായിക സംഘടനയെ ആക്ഷേപിക്കാനൊന്നും ആരും ശ്രമിക്കരുത്. അതവർക്ക് ഇന്നല്ലെങ്കിൽ നാളെ അത് ശരിക്കും പാരയായിത്തീരും. അയാളുടെ രാഷ്ട്രീയത്തോടൊന്നും എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. ഇത് പറഞ്ഞുകൊണ്ടുള്ള ഒറ്റ വിരോധമല്ല, വേറെ ഒന്നുമില്ല. ഒറ്റ വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു, എനിക്ക് അബദ്ധം പറ്റിപ്പോയി, ഇതൊന്ന് ഞാൻ തൂത്ത് കളയണം എന്ന് മാത്രം പറഞ്ഞില്ലല്ലോ. രഹസ്യമായി വന്ന് പറഞ്ഞാൽ വേറെ പലയിടത്തും പോയി പറഞ്ഞാൽ മതി. പരസ്യമായിട്ട് പത്രത്തിൽ കൂടെ നിങ്ങളൊരു യോഗത്തിൽ വെച്ച് അയാളുടെ ദൂതനെ അയച്ചിരുന്നില്ല. ഒരു യോഗത്തിൽ വെച്ച് പരസ്യമായിട്ട് ഇങ്ങനെ ഒരു അബദ്ധം എനിക്ക് പറ്റിയിട്ടുണ്ടെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഞങ്ങൾക്ക് തരികയോ ഞങ്ങളെ കാണുകയോ ഒന്നും വേണ്ടെന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾക്കുണ്ട്. ഇല്ല, ആ ദൂതൻ വന്നാൽ അയച്ചതാണോ അയാൾ എന്നാണ് അങ്ങനെ സെക്രട്ടറിയാ വന്നത്. എന്തോ അന്ന് തീരുമാനം ഇനിയും തിരുത്തില്ല എന്ന് വെച്ചാൽ അയാൾ ഒരുപാട് വരമ്പി ചാടിക്കഴിഞ്ഞു. അതെ അതെ. പിന്നെ അതെ അതെ ഇല്ല, ശ്രമിച്ചില്ല. അങ്ങനെയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി വരേണ്ട ഒരാൾ, അങ്ങനെ പരിചയമുള്ള ആളാണ്. അയാൾ വന്നേച്ച് പറഞ്ഞ് എങ്ങനെയെങ്കിലും ഇത് ഒന്ന് തീർക്കാമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഒരു ഡിമാൻഡും ഇല്ല. കറക്റ്റ് ആ സമയത്താണ്. അല്ല, അത് വന്ന് നോക്കിയേച്ച് പോയി, അത് സംശയമൊന്നുമില്ല. അത് അങ്ങനെയാണല്ലോ രാഷ്ട്രീയക്കാരുടെ. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് NSS ഏതെങ്കിലും ഒരു രാഷ്ട്രീയ ഇതിന്റെ ഭാഗമായിക്കൊണ്ട് കെട്ടാനുള്ള ശ്രമമാണോ ശരിക്കും നടന്നത്? NSS കെട്ടാനല്ല, NSS കെട്ടാനാണോ എന്ന് അറിയാൻ ഇത് പിന്നീട്ടിലേ അറിയാനൊക്കത്തുള്ളൂ. പക്ഷെ NSS എടുത്തിട്ടുള്ള തീരുമാനത്തിൽ നിന്ന് രാഷ്ട്രീയക്കാരല്ലാത്ത ഒരു നായരും NSS തീരുമാനത്തിന് വിരുദ്ധമായിട്ട് പോകത്തില്ല. പക്ഷെ ആവർത്തിച്ച് ചൂണ്ടിക്കാണിക്കുന്നേ വെള്ളാപ്പള്ളി പറയുന്ന ഈ വർഗീയതയാണ് അദ്ദേഹം എതിർക്കുന്നത് എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. സതീശൻ എപ്പോഴും ചൂണ്ടിക്കാണിക്കുന്നത് നിങ്ങൾ വർഗീയത പറയാതിരുന്നാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല എന്നുള്ളതാണ്. ആര് വർഗീയത പറഞ്ഞു? വെള്ളാപ്പള്ളി. അല്ലെങ്കിൽ ഇവിടെ വന്നപ്പോ ഞങ്ങളോട് പെരുമാറാൻ കാര്യം വന്നു. അതിനകത്ത് ഞങ്ങളും പെടത്തില്ലേ? ഇവിടെ വന്ന് എന്നെ ജയിപ്പിക്കണേ, അവിടെ നായന്മാരുണ്ട് ഇദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിൽ തോനെയുണ്ട്. അപ്പം അവരുടെ ഒരു സഹായം എനിക്ക് തേടിത്തരണം എന്ന് പറഞ്ഞല്ലേ വന്നത്. അപ്പം ഞങ്ങളുടെ ഇതനുസരിച്ച് അവിടെ ഒരു താലൂക്ക് യൂണിയൻ പ്രസിഡന്റ്, ആ താലൂക്കിലെ ഒരു പ്രസിഡന്റ് കാണും, കമ്മിറ്റിയും എല്ലാം ഉണ്ട്. ആ പ്രസിഡന്റിനെ വിളിച്ച് പറഞ്ഞാൽ ഇദ്ദേഹം ഇരിക്കുമ്പം തന്നെ ഞാൻ വിളിച്ചു പറഞ്ഞു. ഞങ്ങളപ്പോഴും സമദൂരത്തിലാണ്, എന്നിട്ടും ഞാൻ വിളിച്ചു പറഞ്ഞു വേണ്ട സഹായം ചെയ്തു കൊടുക്കണം. അയാൾ സഹായിച്ചു. ഇല്ലില്ല, കൊടുത്തോട്ടെ അത് ആര് വേണേ കൊടുത്തോട്ടെ. ഞങ്ങൾക്ക് ഇത്തവണ ആരുടെ കാര്യത്തിൽ ഞങ്ങൾ ഇടപെടാൻ പോകും. സമദൂരം തന്നെ ആർക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുത്തോട്ടെ, കുഴപ്പമൊന്നുമില്ല.
ഓരോരുത്തരുടെ കയ്യിലിരിപ്പ് അനുസരിച്ച് കിട്ടുകയോ കിട്ടാതിരിക്കുകയോ ഒക്കെ ചെയ്യും. ഇനിയുണ്ട്. ആർക്ക് വേണേ വോട്ട് കൊടുക്കട്ടെ എന്ന് പറഞ്ഞാലേ സമുദായ നേതൃത്വത്തിന്റെ ഒരു നിലപാടൊക്കെ അംഗങ്ങൾ അത് പരിശോധിക്കില്ല. സമദൂരം എന്ന് പറഞ്ഞാലും ആർക്ക് എന്നുള്ളത് അംഗങ്ങളുടെ മനസ്സിൽ ഉണ്ടാക്കുക, അവരുടെ മനസ്സിലുണ്ടാകുന്നതനുസരിച്ച് ചെയ്തോളാം. ആർക്ക് വേണേ ചെയ്യാം. ഇതെല്ലാം ഞാൻ ചോദിച്ചിട്ട് ഈ നായർ സമുദായത്തിലെ, ഞാൻ മറ്റുള്ളവരെ കളിയാക്കില്ല, നായർ സമുദായത്തിൽ കുറച്ചെങ്കിലും വിവരമുള്ള ആളുകൾ കാണുമല്ലോ അല്ലേ? അവർക്ക് എന്തെങ്കിലും കണ്ടാൽ അത് മനസ്സിലാക്കാനും എന്താ വേണമെന്ന് തീരുമാനിക്കാനും കഴിവ് ബഹുഭൂരിപക്ഷം ആളുകൾക്കുണ്ട്. അപ്പം അവർ ഓരോ രാഷ്ട്രീയ പാർട്ടിയും ചെയ്യുന്നതിൻ്റെ ഫലം അവരിൽ നിന്ന് കിട്ടും. ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിലൊക്കെ ഈ സമുദായ അംഗങ്ങൾക്കിടയിൽ വലിയ വിശ്വാസികളാണല്ലോ നായർ സമുദായം. അവർക്കിടയിൽ വലിയ വികാരങ്ങൾ ഉണ്ടായിരുന്നു. അതപ്പോ തെരഞ്ഞെടുപ്പിൽ ബാധിക്കില്ലേ? എങ്ങനെ? ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തില് നായർ സമുദായങ്ങൾക്കിടയിൽ NSS ഒന്നും ബാധിക്കുന്നില്ല. അല്ല, സർക്കാരിനെ, ഇപ്പോഴത്തെ ഇടത് സർക്കാരിനെ ബാധിക്കില്ലേ? ഇല്ല, അതെങ്ങനെ ഞാൻ ചോദിക്കുന്നപ്പല്ല, ഇന്നലെ ഈ കള്ളത്തരം കണ്ടുപിടിക്കുന്നത് നാട്ടുകാരാണോ? ഒരു സാധനം മോഷണം പോയി, അത് കണ്ടുപിടിക്കുന്നത് ആരാ? അതിനുള്ള സംവിധാനം ഇവിടെ ഗവൺമെൻറ് സംവിധാനങ്ങളുണ്ട്. അത് പോരെങ്കിൽ അതിൻ്റെ മുകളിൽ കോടതിയുണ്ട്. ഇത് രണ്ടും അന്വേഷിക്കുന്നില്ലേ? അവർക്ക് വിട്ടുകൊടുക്കുക. അതേസമയം ഞങ്ങൾ പറയുന്നുണ്ടല്ലോ, കുറ്റവാളികളെ ആരെ വേണം ശിക്ഷിക്കണം, പിടിക്കണം എന്ന് ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നുണ്ട്. അത് ആർക്ക് ദോഷം ചെയ്യുമെന്നുള്ളതൊന്നും ഞങ്ങൾ കണ്ടോണ്ടല്ല ഈ പറയുന്നത്. എന്ന് അല്ലല്ല, എനിക്ക് ബോധ്യമായിട്ടില്ല. സർക്കാരും കോടതിയും നല്ലതുകൊണ്ടും അക്കാര്യത്തിൽ ഇടപെടുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.